പി.വി. അൻവറുമായി മുഖ്യമന്ത്രി ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം അനുനയ ചർച്ച നടത്തിയെന്ന് ADGP MR അജിത് കുമാറിന്റെ മൊഴി. തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ പോലീസിലെ തന്നെ ചിലരാണ്. വ്യാജരേഖയുണ്ടാക്കിയതിന് പിന്നിലും പോലീസിലുള്ളവരാണെന്നും അജിത് കുമാർ വിജിലൻസിന് മൊഴി നൽകി. അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് പുറത്തുവന്നു. സിജോ വി ജോൺ ചേരുന്നു. സിജോ, എന്തൊക്കെയാണ് മൊഴി പകർപ്പിലുള്ളത്? അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ അദ്ദേഹം നൽകിയ മൊഴി, അത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് നൽകിയ മൊഴിയുടെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അജിത് കുമാറിനെതിരെ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കും പരാതികൾക്കും പിന്നിൽ ഈ പോലീസിലെ തന്നെ തന്റെ ചില സഹപ്രവർത്തകരാണെന്ന ആരോപണമാണ് അദ്ദേഹം ഈ മൊഴിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ചില വ്യാജമായ രേഖകൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നു, അത് ഉണ്ടാക്കി നൽകുന്നത് പോലീസുകാരാണ് എന്നാണ് പറയുന്നത്. നിരന്തരമായി അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നത് പി.വി. അൻവർ MLA ആയിരുന്നു. പി.വി. അൻവറിന് ഇത്തരത്തിൽ രേഖകൾ എത്തിച്ചു നൽകിയിരുന്നത് ഈ സംഘത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളൊരു ആരോപണമാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പി.വി. അൻവർ അജിത് കുമാറിനെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം പി.വി. അൻവറുമായി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത് പട്ടത്തെ വീട്ടിൽ വെച്ചാണ്, തന്നെ MLAയുടെ സുഹൃത്തിന്റെ നജീബിന്റെ വീട്ടിൽ വെച്ചാണ് അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തുന്നത്. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണകൾ നീക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പറഞ്ഞു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മൊഴിയിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉയർന്ന ആരോപണങ്ങളിൽ ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട സംബന്ധിച്ച കാര്യങ്ങളിലാണ്. അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, താൻ കവടിയാറിൽ ഒരു വീട് നിർമ്മിക്കുന്നുണ്ട്. ആ വീട് നിർമ്മിക്കുന്നത് തന്റെ പിതാവ് ഭാര്യയ്ക്ക് വെച്ച് നൽകുന്ന വീടാണ്. ആ വീട് അത് തന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അതിലില്ല എന്നുള്ള കാര്യം പറയുന്നു. മറ്റൊരു കാര്യം, ഫ്ളാറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്. 2019 ഇത്തരത്തിലൊരു ഫ്ളാറ്റ് വാങ്ങിയതായി പറയുന്നത്. 2019 വാങ്ങിയ ഫ്ളാറ്റ് പിന്നീട് 2009 ഒരു ഫ്ളാറ്റ് വാങ്ങുന്നത്. അത് രേഖപ്രകാരം 2016 ഫ്ളാറ്റ് വാങ്ങിയതെന്നാണ് കാണിക്കുന്നത്. അതിന് ഈ വ്യാജരേഖ എന്ന് അജിത് കുമാർ പറയുന്നതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയവരാണ് ഈ ഗൂഢാലോചനയുടെ ഭാഗമെന്നും ഇല്ലെങ്കിൽ അവർ നിർമ്മിച്ചതാണെന്നാണോ മൊഴിയിലുള്ളത്? തന്റെ സഹപ്രവർത്തകരായിട്ടുള്ള പോലീസുകാർ തന്നെ, പോലീസിലുള്ള ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ വ്യാജമായ രേഖകൾ ഉണ്ടാക്കി നൽകുന്നത്. അത് വ്യാജമായ രേഖകൾ ഉണ്ടാക്കി നൽകിയതിന് ശേഷം അത്തരത്തിൽ പി.വി. അൻവറിന് ഉൾപ്പെടെ അത്തരത്തിലുള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഈ രേഖകൾ കൈമാറുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ പരാതികളായി പലപ്പോഴും വരുന്നതെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. തനിക്കെതിരെ നീങ്ങുന്നതിന് പിന്നിൽ പോലീസിലെ തന്നെ ചില ഉന്നതരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളൊരു കാര്യമാണ് അജിത് കുമാർ ഈ മൊഴിയിലൂടെ പറയുന്നത്. എന്തായാലും ഇത് വളരെ നേരത്തെ നൽകിയൊരു മൊഴിയാണ്. ഈ മൊഴിയൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഈ വിജിലൻസ് സംഘം ഇത്തരത്തിൽ സംഘം ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതും അതിനുശേഷം ഈ പറയുന്ന കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഈ കണ്ടെത്തലുകളെല്ലാം, ഈ മൊഴികളെല്ലാം കോടതി തള്ളിക്കളഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പുതിയ അന്വേഷണവുമായി കോടതി തന്നെ നേരിട്ട് വന്നിരിക്കുന്നത്.